കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻട്രാഡേ ട്രേഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോൾ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന്റെ ബേസിലും അല്ലാതെ നമ്മൾ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ഡൗട്ട്സിന്റെ ഒക്കെ ബേസിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഇൻട്രാഡേ എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ചെയ്യാം, അതിന് നമ്മൾ പാലിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 റൂൾസ് ആണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു 10 റൂൾസ് ഫോളോ ചെയ്താൽ തന്നെ നല്ല രീതിയിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിൽ കണ്ടു തുടങ്ങാൻ സാധിക്കും. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ എം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. ട്രേഡിങ് മാത്രമല്ല, ഇപ്പോൾ മറ്റെന്ത് കാര്യമായാലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. സോ ട്രേഡിങ്ങിന്റെ കാര്യത്തിലും നമ്മൾ അങ്ങനെ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനാവശ്യമുള്ള ടെൻഷനും ലോസും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പല ആളുകളും എസ്പെഷ്യലി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റാണ്. രാവിലെ 9-15 ആകുമ്പോൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെ അവരിങ്ങനെ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഒരു ഹെൽത്തി ട്രേഡർക്ക്, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. നമ്മൾ ട്രേഡ് ചെയ്യാൻ കയറുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെങ്കിൽ ട്രേഡ് ചെയ്ത് ഇറങ്ങുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു ദിവസം മുഴുവനും ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കയറി ഇരുന്ന് നമ്മുടെ സമയം പാഴാക്കരുത്. പലപ്പോഴും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്ന് മാത്രമല്ല, തെറ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ കയറി ട്രേഡ് ചെയ്ത് നമ്മുടെ ഉള്ള പൈസയും കൂടെ കളയാനേ അത് വഴിയൊരുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂർ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുള്ളൂ. ഇതിനുള്ളിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്തിറങ്ങും, അല്ലെങ്കിൽ ഞാൻ അത് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ട്രേഡിംഗ് വീഡിയോയിൽ കാണാം, ഞാൻ പലപ്പോഴും ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 45 മിനിറ്റിനുള്ളിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ വഴിയെ വിശദമായിട്ട് പറയാം. ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു ടൈമിംഗ് അതാണ്. ആ 45 മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യും. അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഉച്ചയ്ക്കോ വൈകുന്നേരം ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ ചാർട്ട് നോക്കുമ്പോൾ എപ്പോഴെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുകയാണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യും. അല്ല, ഞാൻ ഫുൾ ടൈം ഈ ചാർട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ട്രേഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്, അതേസമയം എൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട്. സോ ഒരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ഫുൾ ടൈം ഇതിന്റെ മുമ്പിൽ കയറി ഇരുന്ന് നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 45 മിനിറ്റിനുള്ളിലാണ് ട്രേഡ് എടുക്കുന്നത്. സോ അങ്ങനെ ട്രേഡ് എടുക്കാനുള്ള കാര്യം, അത് രണ്ടാമത്തെ പോയിന്റ് ആണ്. ഞാൻ എപ്പോഴും ട്രേഡ് ചെയ്യുന്ന ഫെമിലിയർ സ്റ്റോക്സിലാണ്. ഒരിക്കലും നിങ്ങൾ എസ്പെഷ്യലി ഒരു തുടക്കക്കാരനാണെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ കയറി ട്രേഡ് എടുക്കാതിരിക്കുക. അത് എപ്പോഴും നിങ്ങൾക്ക് ലോസ് ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ. എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ട്രേഡ് എടുക്കുക. ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ, ഞാനിപ്പോൾ ഒരു 7-8 വർഷമായിട്ട് ഈ മാർക്കറ്റിലുണ്ട്. ഞാനാണെങ്കിൽ പോലും എനിക്കൊരു 7-8 സ്റ്റോക്കുകൾ, ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകളിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ മാത്രമാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അല്ലാതെ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധമില്ല. ഒരു 3-4 സ്റ്റോക്കുകൾ നിങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇടുക. എന്നിട്ട് ആ സ്റ്റോക്കുകൾ ദിവസവും നോക്കി അതിന്റെ ഒരു പാറ്റേൺ, അതിന്റെ ഒരു മൂവ്മെന്റ് പഠിക്കുക. എന്നിട്ട് ആ സ്റ്റോക്കുകളിൽ മാത്രം, ഇപ്പൊ ആ ഒരു 4-5 സ്റ്റോക്കുകളാണെങ്കിൽ ആ 4-5 സ്റ്റോക്കുകളിൽ മാത്രം നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കുക. എന്നിട്ട് അതിനകത്ത് ട്രേഡ് ചെയ്യുക. ഒരിക്കലും നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്റ്റോക്കുകളിൽ കയറി ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് പൈസ നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. സോ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. കുറച്ചധികം സ്ക്രീൻ ടൈം നമ്മൾ അതിന് വേണ്ടി ചെലവഴിക്കണം. ചിലപ്പോൾ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ എടുത്തേക്കാം ഒരു സ്റ്റോക്കിന് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ. എന്നാലും നിങ്ങൾ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ സ്റ്റോക്കിനെ പഠിച്ച് അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കി എടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് നല്ലൊരു ഭാഗം ബ്രോക്കറേജ് ആയിട്ട് പോകും. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കമ്പാരേറ്റീവ്ലി ഏറ്റവും ബ്രോക്കറേജ് കുറവ് ചാർജ് ചെയ്യുന്ന ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളെങ്കിലും. നമ്മുടെ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്. പലരും ഭീമമായിട്ടുള്ള ചാർജുകളാണ് ഈടാക്കുന്നത്. സോ നിങ്ങൾക്ക് അത്രയും നല്ലൊരു പ്രോഫിറ്റ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ, ചെറിയ പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്ന ഒരു ബ്രോക്കറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഫിൻവാസിയുടെ ശൂന്യ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ബ്രോക്കറാണ്. ഇപ്പോൾ മാർക്കറ്റിലുള്ള മറ്റ് ബ്രോക്കേഴ്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണ് ശൂന്യ എന്ന് പറയുന്നത്. നമ്മുടെ ടോട്ടൽ ട്രേഡ് എമൗണ്ട് 0.03% അല്ലെങ്കിൽ 5 രൂപ, ഇതിൽ ഏതാണോ ഏറ്റവും കുറവ് അതായിരിക്കും ശൂന്യ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ സെറോദ ആയാലും അപ്സ്റ്റോക്സ് ആയാലും ഗ്രോ ആയാലും അങ്ങനെയുള്ള മറ്റേത് ബ്രോക്കേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും ഏറ്റവും കുറവ് ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്നത് ശൂന്യമാണ്. മാത്രമല്ല, ഇതിനകത്ത് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഇല്ല, അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ഇല്ല. കൂടാതെ ഡെലിവറി ട്രേഡ്സ് ആണെങ്കിൽ അതിനെല്ലാം 0 ബ്രോക്കറേജ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അതുപോലെ NSE, BSE, MCX, NCDEX ഇങ്ങനെയുള്ള എല്ലാ എക്സ്ചേഞ്ചസിലും നിങ്ങൾക്ക് ഈ ബ്രോക്കർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അഡീഷണലി നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലെ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഒരു ട്രേഡിൽ നിങ്ങൾക്ക് എത്ര രൂപ ബ്രോക്കറേജ് ആൻഡ് മറ്റ് ടാക്സ് ഫീസ് എല്ലാം കൂടി പോകുമെന്നും
അതിനുശേഷം എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുമെന്നും കണ്ടെത്താൻ സാധിക്കും. ശൂന്യ ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കർ മാത്രമല്ല, NSE, BSE, MCX, NCDEX, AMFI ആൻഡ് CDSL ഇതിന്റെ രജിസ്റ്റേർഡ് മെമ്പർ കൂടിയാണ്. 3 ദിവസം മുതൽ 1 വർഷം വരെയുള്ള സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്ന AI സ്റ്റോക്ക് പ്രൈസ് ഫോർകാസ്റ്റ് ടൂളും ഇതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. ട്രേഡേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മിസ്റ്റേക്കാണ് അടുത്തത്, റിവഞ്ച് ട്രേഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇന്ന് ട്രേഡ് ചെയ്തു, നിങ്ങൾക്കൊരു 500 രൂപ നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കത് ഹേർട്ടാവും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഈ പോയ പൈസ ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടി അടുത്ത ഓപ്പർച്യൂണിറ്റീസ് നോക്കുക, എന്നിട്ട് അടുത്ത ട്രേഡ് എടുക്കുക. ഇതിനാണ് നമ്മൾ റിവഞ്ച് ട്രേഡ് എന്ന് പറയുന്നത്. റിവഞ്ച് ട്രേഡ് എന്ന് പറയുന്നത് 99% ഫെയിൽ ആവാനും 1% മാത്രമാണ് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത. കാരണം റിവെഞ്ച് ട്രേഡ് ചെയ്യുന്ന നിങ്ങൾ പലരും ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും ഇത്. 500 രൂപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് വീണ്ടും ട്രേഡ് എടുക്കുക, വീണ്ടും നഷ്ടപ്പെടുക. എന്നിട്ട് അവസാനം വിചാരിക്കും ആദ്യമേ 500 കൊണ്ട് വിട്ടിരുന്ന 500 മാത്രമേ പോകുള്ളായിരുന്നു, ബാക്കി പൈസ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ചിന്തിക്കും. എനിക്ക് ഉറപ്പാണ് ഒരുപെട്ട എല്ലാ ആളുകളും ചെയ്ത് നോക്കിയിട്ടുള്ളൊരു പരിപാടിയായിരിക്കും ഇത്. പേഴ്സണലി ഞാനും ചെയ്ത് നോക്കിയിട്ടുണ്ട് തുടക്കത്തിൽ ടൈമിൽ. ഒരു ട്രേഡിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് നഷ്ടം വന്നു എന്ന് അംഗീകരിക്കുക, അത് അംഗീകരിച്ച് അന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും റിവഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ഇമോഷൻസ് അത്രത്തോളം വൾണറബിൾ ആയിരിക്കും ആ ഒരു സമയത്ത്. 500 രൂപ പോയല്ലോ, ഇനി അത് തിരിച്ച് പിടിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രോപ്പർ അല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റിയിലായിരിക്കും നമ്മൾ കയറി ട്രേഡ് എടുക്കുന്നത്. സോ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. അത് വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. ഇതിനോട് തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്, സ്ട്രിക്ട്ലി ഫോളോ സ്റ്റോപ്പ് ലോസ്. അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് സ്ട്രിക്ട്ലി ഫോളോ സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഒരു ഫ്രണ്ട് ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു ട്രേഡിന് കയറുന്നതിന് മുമ്പ് പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷൻ സൈസിങ് വെച്ചിട്ടാണ് നമ്മളൊരു ട്രേഡിലേക്ക് കയറുന്നത്. അതായത് ഇത്ര രൂപയുടെ സ്റ്റോക്സ്, ഇത്ര ക്വാണ്ടിറ്റി, ഇത്ര രൂപ പ്രോഫിറ്റ്, ഇത്ര രൂപ നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ്, ഇത്ര രൂപ നഷ്ടം, സ്റ്റോപ്പ് ലോസ്. ഈ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് ആ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്ത് ആ ട്രേഡിൽ നിന്ന് ഇറങ്ങി പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അല്ല സ്റ്റോപ്പ് ലോസ് വന്നിട്ടും ഇനി ഇത് തിരിച്ച് കയറും എന്ന് നമ്മൾ വിചാരിച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായിട്ട് താഴേക്ക് പോവുകയും വലിയ ഭീമമായിട്ടുള്ളൊരു നഷ്ടം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെ വന്നാലും സ്റ്റോപ്പ് ലോസിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് അത് മുകളിലേക്ക് കയറി പോകുമായിരിക്കും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിന്റെ 1 പോയിന്റ് വരെ താഴേക്ക് വന്നിട്ടും കയറി പോകുമായിരിക്കും. അത് വിട്ടേക്കുക. നമുക്ക് നഷ്ടപ്പെടാനുള്ളതാണ് എന്നത് വിചാരിച്ച് അത് വിട്ടേക്കുക. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ മറ്റൊരു രീതി ചിന്തിക്കുമ്പോൾ, അല്ല ഈ സ്റ്റോപ്പ് ലോസിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് താഴെ വന്നിട്ട് തിരിച്ച് കയറി പോയി, ആ സ്റ്റോപ്പ് ലോസ് വന്നപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ആകാമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മൾ ചിലപ്പോൾ പോകും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് നമുക്ക് പൈസ നഷ്ടപ്പെടാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തിട്ട് തല പോയിക്കാതെ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്ത് ആ ട്രേഡ് അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോവുക. പിന്നീട് അതിനകത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരുന്നതും അടുത്ത ദിവസം സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ആ സ്റ്റോപ്പ് ലോസിന്റെ അവിടെ റിസ്ക് എടുക്കാനൊക്കെ നമുക്ക് തോന്നുന്നത് വീണ്ടും നമ്മൾ അതിനകത്തേക്ക് നോക്കുമ്പോഴാണ്. സോ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് എക്സിറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക. അടുത്ത പോയിന്റ് ആണ് പൊസിഷൻ സൈസിങ്. സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസിന്റെ കാര്യം പറഞ്ഞു. പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് ഒരു ട്രേഡറിന്റെ ഡിസിപ്ലിൻ ആണ് കാണിക്കുന്നത്. നമ്മളൊരു ട്രേഡിൽ കയറുന്നതിന് മുമ്പ് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് നമുക്ക് വേണം. ഏത് സ്റ്റോക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങണം, എന്തായിരിക്കും നമ്മുടെ ടാർഗറ്റ്, എന്തായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ട്രേഡിലേക്ക് കയറുക. കൃത്യമായിട്ടുള്ളൊരു പൊസിഷൻ സൈസിങ് ഉള്ള ഒരാൾക്ക് എപ്പോഴും അയാളുടെ ലോസ് വളരെയധികം കട്ട് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല അയാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അയാൾക്ക് മാക്സിമം ഉണ്ടാകാവുന്ന ലോസ് എത്രയാണ്. അതുകൊണ്ട് തന്നെ ലോസ് ഉണ്ടാകുമ്പോൾ അത്രയും വലിയ രീതിയിൽ അയാളെ ഇമോഷണലി അത് ബാധിക്കില്ല. സോ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. 6ാമത്തെ പോയിന്റ് ആണ് ഫോക്കസ് ഓൺ സ്കാൽപ്പിംഗ്. നിങ്ങൾ ഇൻട്രാഡേ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പതുക്കെ സ്കാൽപ്പിംഗ് ചെയ്യാൻ പഠിക്കുക. കാരണം സ്കാൽപ്പിങ്ങിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റിനോ അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ ഒരു സ്റ്റോക്കിൽ നിന്ന് 1-2 പോയിന്റ്സ് ഒക്കെ എടുത്തിട്ട് ട്രേഡ് ചെയ്ത് ഇറങ്ങുന്നതിനാണ്, വളരെ ചെറിയൊരു ലാഭം എടുത്തിട്ട് ഇറങ്ങുന്നതിനാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിന് കുറെ നേരത്തേക്ക് നമ്മളെ ഇമോഷണലി വൾണറബിൾ ആക്കാൻ സാധിക്കില്ല. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ മാർക്കറ്റിലേക്ക് കയറുന്നുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിന്റെ വലിയൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ വൾണറബിലിറ്റി ഒന്നും വലിയ രീതിയിൽ നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ ബാധിക്കില്ല. മാത്രമല്ല ഡീസന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. സോ സ്കാൽപ്പിംഗ് എന്താണെന്ന് പഠിക്കുക, സ്കാൽപ്പിംഗ് ചെയ്ത് ശീലിക്കുക. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിൽ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് സ്കാൽപ്പിംഗ്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. സ്കാൽപ്പിങ്ങിനെ പറ്റി തന്നെ ഞാൻ എൻ്റെ ചാനലിൽ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ മുകളിലുള്ള ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ സ്കാൽപ്പിങ്ങിന്റെ വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്കാൽപ്പിങ്ങിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് എന്താണെന്നും എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് സ്കാൽപ്പിംഗ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാവും.
അപ്പോൾ സ്കാൽപ്പിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. 7ാമത്തെ പോയിന്റാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കുമാണ്, ഇൻട്രാഡേയിൽ ഒരു ട്രേഡ് എടുത്തു, അന്നത്തെ ദിവസം ഫുൾ അത് നോക്കിയിരിക്കുക, എന്നിട്ട് അത് ലോസ് ആണെങ്കിൽ പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുക. ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിന് കയറി കഴിഞ്ഞാൽ പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കുക വലിയൊരു മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അടുത്ത ദിവസം വലിയൊരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. പിന്നീട് അത് തിരിച്ച് കയറി വരുന്നവരെ നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം, അല്ലെങ്കിൽ വലിയൊരു നഷ്ടത്തിൽ അത് വിൽക്കേണ്ടി വരും. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ അവിടെ ബ്ലോക്കായി പോകും, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് വലിയൊരു എമൗണ്ട് നമുക്ക് നഷ്ടം വരും. മാത്രമല്ല ഇന്നത്തെ ദിവസം വേറെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ നമ്മുടെ ഈ ക്യാപിറ്റലും ഉണ്ടാവില്ല. സോ ഒരിക്കലും പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ അപ്പം തന്നെ എക്സിറ്റ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആക്കുക. 8ാമത്തെ പോയിന്റാണ് ഡു നോട്ട് ടേക്ക് കോൾസ് ഫ്രം അതേഴ്സ്. മറ്റുള്ള ആളുകളിൽ നിന്ന് കോൾ എടുക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് സ്വന്തമായിട്ട് കുറച്ച് സ്റ്റോക്കുകളെ കണ്ടെത്തുക, ആ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ഫെമിലിയർ ആകുക. ഒരു 4-5 സ്റ്റോക്ക് മതി. ആ സ്റ്റോക്കിനെ നല്ല രീതിയിൽ പഠിക്കുക, എന്നിട്ട് ആ സ്റ്റോക്കുകളിൽ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ ട്രേഡ് ചെയ്യുക. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 10,000-ഓളം സ്റ്റോക്കുകളുണ്ട്. ഈ 5,000 സ്റ്റോക്കുകളും ട്രേഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. 4-5 സ്റ്റോക്കുകൾ മതി നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. ഈ 4-5 സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പഠിക്കുക, അതിനകത്ത് മാത്രം ട്രേഡ് ചെയ്ത് ശീലിക്കുക. 9ാമത്തെ പോയിന്റാണ് ഇമോഷണൽ കൺട്രോൾ. നല്ല രീതിയിൽ ഇമോഷൻ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇമോഷൻ കൺട്രോൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇൻട്രാഡേ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുക. കാരണം ഇൻട്രാഡേ എന്ന് പറയുന്ന പരിപാടിക്ക് ഏറ്റവും വേണ്ട കാര്യമാണ്, ഈ പറയുന്ന ക്വാളിറ്റീസിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഇൻട്രാഡേയിൽ സക്സസ്ഫുൾ ആകാനോ പ്രോഫിറ്റ് ഉണ്ടാക്കാനോ സാധിക്കില്ല. സോ ഇമോഷണൽ കൺട്രോൾ അത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ആയി കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസിനെ ഫോളോ ചെയ്യാനുള്ള, ആ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്യാനുള്ള ഇമോഷണൽ കൺട്രോൾ ഉണ്ടാക്കുക. കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനുള്ള ഇമോഷണൽ കൺട്രോൾ ഉണ്ടാക്കുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാതെ ചാർട്ട് കുറച്ച് നേരത്തേക്കും താഴേക്ക് വരുമ്പോഴത്തേക്കും ഇനി ഇത് ഒരുപാട് താഴേക്ക് പോവുമോ എന്ന് പേടിച്ച് എക്സിറ്റ് ചെയ്യുക. ഇതൊക്കെ ഇമോഷണൽ കൺട്രോളിന്റെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇമോഷണൽ കൺട്രോൾ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനുള്ള ഇമോഷണൽ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കൃത്യമായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ട്രേഡിംഗ് പ്രോഫിറ്റിലും ടെക്നിക്സിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നഷ്ടത്തിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു ട്രേഡറിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ലോസ് മാക്സിമം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി തൊട്ടടുത്ത ദിവസം അതിന്റെ ഇരട്ടി നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ മന്ത് ആകുമ്പോഴത്തേക്കും വലിയൊരു ഭീമമായിട്ടുള്ള നഷ്ടമായിരിക്കും നമുക്ക് ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ട് ആവും. അതുകൊണ്ട് തന്നെ മാക്സിമം ലോസ് കട്ട് ചെയ്യുക, പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഫിറ്റിനെ സേഫ് ആക്കുക. ഇതാണ് ഒരു ട്രേഡർക്ക് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ക്വാളിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ 10 പോയിന്റ്സ് ആണ് ഒരു ഇൻട്രാഡേ ട്രേഡർ, ഒരു ട്രേഡർ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ടോട്ടൽ ഓവറോൾ ട്രേഡിംഗ് പെർഫോമൻസിൽ വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയായിട്ട് ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ശൂന്യ എന്ന് പറയുന്ന ബ്രോക്കറിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് കൺസിഡർ ചെയ്യുക. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. If you like this video, please like, share and subscribe. And please don't forget to enable the bell button. I will see you in my next video. I'm Adil Hussain, signing off.